ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. 2022 ഞാൻ നീറ്റ് എക്സാം എഴുതുന്നത്. അന്ന് എൻ്റെ സ്കോർ വാസ് 690, കേരള റാങ്ക് 18, ഓൾ ഇന്ത്യ റാങ്ക് 320 ഒക്കെ ആയിരുന്നു. ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത്. ഈവൻ ദോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ആക്ച്വലി ഒരു 8 months ഒക്കെയാണ് പ്രോപ്പറായിട്ടിരുന്ന് പഠിച്ചത്. എന്നാൽ ആ ഒരു 8 months കൊണ്ട് എനിക്ക് 690 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റി. ഇപ്പം എനിക്ക് കിട്ടുന്ന DM-ഉം അല്ലെങ്കിൽ മെയിലായിട്ട് വരുന്ന കുട്ടികളുടെ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കതും ഞാൻ എങ്ങനെയാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇനി വരുന്ന ടൈം കൊണ്ട് ഓരോ സബ്ജക്ട്സിനെയും അപ്രോച്ച് ചെയ്യേണ്ട രീതി ഒക്കെ ചോദിച്ചാണ് കുറേ മെസ്സേജസ് വരുന്നത്. സോ ഇതിനൊക്കെ കൂടെ ആൻസർ ചെയ്തുകൊണ്ട് എന്നാൽ എനിക്ക് ജെന്യൂനായിട്ട് പറയാനുള്ള കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, റിമൈനിങ് ടൈമിൽ ഒരു 680+ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണമെന്ന് ഞാൻ എക്സാക്ട്ലി പറയുന്നതായിരിക്കും. സോ വാച്ച് ടിൽ ദി എൻഡ്. എവറിത്തിങ് ദാറ്റ് ഐ ആം ഗോണ ടെൽ ഈസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം ഒരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം. സ്റ്റോറി അല്ല, ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. അതായത് ഞാൻ നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 8 months ഹോസ്റ്റലിൽ ഇരുന്നിട്ടായിരുന്നു പഠിച്ചത്. ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ അന്ന് ആകെ നടന്നുകൊണ്ടിരുന്ന കാര്യം പഠിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, പഠിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഈ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി ഒരു 8 months നടന്നത് ഇത് തന്നെയാണ്. നോ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈവൻ ഫാമിലി ആയിട്ട് തന്നെ വലിയ കണക്ഷൻ ഇല്ല. ആകെ ആഴ്ചയിൽ 2 ദിവസം മറ്റേ കീപാഡ് ഫോണ് വീട്ടിലേക്ക് കോൾ ചെയ്യാൻ കിട്ടും. അത് മാത്രമാണ് എനിക്ക് പുറം ലോകമായിട്ട് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ബാക്കി ഫുൾ ടൈം ഈ പഠിക്കുക, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇത് മാത്രമായിരുന്നു ലൈഫിൽ ഉണ്ടായിരുന്നത്. ഭയങ്കര ഗ്രേ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഇത് തന്നെയായിരുന്നു എൻ്റെ റൂംമേറ്റ്സിൻ്റെയും എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവസ്ഥ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കോളേജിൽ വെച്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ, അതായത് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയുടെ ഇന്റർസോൺ കലോത്സവം നടക്കുകയായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ കൂടെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ്സും ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും, ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കലോത്സവത്തിന് കാണാൻ വേണ്ടിയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കണ്ട സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. കുറെ കാലത്തിന് ശേഷം എല്ലാവരും ഓരോ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലും എയിംസിലൊക്കെ ആയിട്ട്. അപ്പൊ കേരളത്തിലുള്ള കുട്ടികളൊക്കെ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി പരസ്പരം കണ്ടപ്പം. നമ്മള് കണ്ടപ്പോൾ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതായിരുന്നു, ലൈഫിൽ വന്ന ചേഞ്ചസ്. അതായത് ഒരു 3 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പ് നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ടൊരു ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുക, അതായത് പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ ലൈഫ് കുറെ എൻജോയ് ചെയ്യുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു ലൈഫിലാണല്ലോ നമ്മളിപ്പം ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മോണറ്റോണസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം. പക്ഷെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, അന്നൊരു വർഷം അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു ഡ്രീം ലൈഫ് ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡ്രീം ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് ഞാൻ ആ ഒരു 8 months ഡ്യൂറേഷൻ കൊണ്ട് 690+ മാർക്കിലോട്ട് എത്തിച്ചത്, ഞാൻ ഓരോ സബ്ജക്ട്സിനെയും അപ്രോച്ച് ചെയ്തിട്ടുള്ള രീതി പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് ഫിസിക്സ്. എല്ലാവർക്കല്ല, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സബ്ജക്ട് ഫിസിക്സ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. പക്ഷെ വൺസ് ഫിസിക്സ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പം ഈ നീറ്റ് എക്സാമിന്റെ അടുത്തോട്ട്, ലൈക്ക് ലാസ്റ്റിലോട്ടായ സമയത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. ഞാനിങ്ങനെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തെന്ന് വെച്ചാൽ ക്ലാസ് ഞാൻ 150% എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും യൂട്ടിലൈസ് ചെയ്യും. ക്ലാസ്സിൽ അത്രയും അറ്റൻറ്റീവ് ആയിട്ടിരിക്കും. എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും, എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്സ് ക്ലിയർ ആവാണ്ടിരുന്നാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെറിവേഷൻ ഒക്കെ പറഞ്ഞുതരാൻ നോക്കുമ്പോൾ അത് മനസ്സിലാവാണ്ടായാലോ അപ്പൊ തന്നെ ഞാൻ ഡൗട്ട്സ് ചോദിക്കായിരുന്നു. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവാണ്ടിരുന്നുണ്ടെങ്കിൽ അയ്യോ ബാക്കിയുള്ള കുട്ടികൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സാറെന്ത് വിചാരിക്കുന്നു ചോദിച്ചിട്ട് നമ്മളെ ഡൗട്ട്സ് ഒന്നും ചോദിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണല്ലോ നഷ്ടം. അപ്പൊ അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. പലരും ഇങ്ങനെ ചോദിക്കാൻ മടികൊണ്ട് കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാതെ എന്നാ ആ ഒരു ചാപ്റ്റർ മനസ്സിലാവാതെ പോവാറുണ്ട്. സോ എപ്പോഴും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അതെനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു വലിയ കാര്യമാണ്. ആൻഡ് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ റണ്ണിങ് നോട്ട്സ് എഴുതിയിട്ടുണ്ടാവും. ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഞാൻ ഈ നോട്ട്സ് ഒക്കെ ഒന്ന് ഓടിച്ചു പോകും. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുന്ന കുറേ ഗൈഡ്സും കുറേ ആപ്സും ഉണ്ട്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത്
പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ക്ലാസ്സിൽ എഴുതി ഈ റണ്ണിങ് നോട്ട്സ് ഒക്കെ ഒന്ന് ഒരു 10 മിനിറ്റിൽ ഓടിച്ചു പോയതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യം ഡയറക്റ്റ്ലി ഏത് ഗൈഡാണോ ഞാൻ യൂസ് ചെയ്യുന്നത് അതെടുക്കും. ഒരു ഗൈഡിൽ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്ററിൽ ഒരു 150 അല്ലെങ്കിൽ 200 അടുത്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കുറേ ട്രൈ ചെയ്യും സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ അത് ആൻസർ കീ നോക്കിയിട്ട് ചെയ്യും, പിന്നെ അത് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ നോക്കും. അങ്ങനെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ആലോചിച്ച് ആൻസർ കണ്ടെത്താൻ നോക്കുമായിരുന്നു. സോ ദാറ്റ് ആ ഒരു 150+ അല്ലെങ്കിൽ ഒരു 200 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരുമ്പോഴേക്ക് എനിക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഓവറോൾ നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് സെയിം ചാപ്റ്റർ റിപ്പീറ്റഡ് ആയിട്ട് കുറേ തവണ വരുമല്ലോ എക്സാമിന്. ആ ടൈമിലൊക്കെ ക്വസ്റ്റ്യൻസ് മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട്. PYQs ചെയ്ത് തീർത്തിട്ടുണ്ട്, വർക്ക് ബുക്ക്, സ്റ്റഡി മെറ്റീരിയൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ NCERTന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ചില ചാപ്റ്റേഴ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു നീല ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബേസിക്കലി ഞാൻ ഇങ്ങനെയാണ് ഫിസിക്സ് പഠിച്ചിട്ടുള്ളത്. അത് ഇഷ്ടത്തോടെ പഠിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഫിസിക്സ് ഒരു പ്രശ്നമായിട്ടില്ല. ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് തിയറി വായിച്ചു പോവായിരുന്നു ഫിസിക്സിന് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു രീതിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഈ ഒരു രീതിക്ക് ഫിസിക്സിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് എൻ്റെ ഫിസിക്സിൻ്റെ മാർക്സ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തു. എൻ്റെ ഫൈനൽ മാർക്ക് വാസ് 175 ഔട്ട് ഓഫ് 180 ആയിരുന്നു. സോ ബേസിക്കലി നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ തിങ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതും NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇനി ഈ NCERT അതിപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഈ 3 സബ്ജക്ട്സിലും മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. ദാറ്റ്സ് മെമോനീറ്റ്. അതായത് മെമോനീറ്റിൽ ക്വസ്റ്റ്യൻസ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് NCERTയിലെ എവറി സിംഗിൾ ലൈനിന്നും അവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മെമോനീറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ സീ ലൈക്ക് നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ബയോളജി ഒക്കെ നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇട്ടാൽ 360 ഔട്ട് ഓഫ് 360 ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത പ്രശ്നം വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മറന്നു പോകുക എന്നുള്ളതാണ്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 7 ടൈംസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ മെമ്മറിയിൽ, ലോങ് ടേം മെമ്മറിയിൽ റിറ്റെയിൻ ചെയ്യുന്ന പറയാം. അപ്പോൾ മെമോനീറ്റ് ആപ്പിലുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ ഈ മെമോനീറ്റ് ആപ്പ് തന്നെ 7 ടൈംസോളം ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഫീൽഡിലോട്ട് കൊണ്ടുവരും. സോ ദാറ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്ത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് കൺവേർട്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തും യൂട്യൂബ് നോക്കിയൊന്നും ടൈം കളയേണ്ട ആവശ്യമില്ല. ഡൗട്ട് റൺ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. സോ ദാറ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ ഐ സെഡ് മെമോനീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബൂസ്റ്റ് യുവർ സ്കോർ എ ലോട്ട്. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് കോസ്റ്റ് ലെസ് ദാൻ എ സമൂസ പെർ ഡേ ആൻഡ് യു ക്യാൻ സെക്യൂർ എ ഗവൺമെന്റ് സീറ്റ് ഓൾസോ. ഇനി നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. അതും ഇറ്റ് മസ്റ്റ് ബി റിയൽ നീറ്റ് ലെവൽ ആയിരിക്കണം, ഫുള്ളി NCERT ആയിരിക്കണം. നീറ്റ് 2025 ശേഷം ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കണം ആ മോഡലിലുള്ളത്. ആൻഡ് ദി ഓൺലി ടെസ്റ്റ് സീരീസ് ദാറ്റ്സ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആഫ്റ്റർ നീറ്റ് 2025, നോട്ട് കോപ്പീഡ് ഓർ റീസൈറ്റഡ്, ദാറ്റ്സ് ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് ബൈ മെമോനീറ്റ്. ഞാൻ പറയുന്നില്ല ഇതാണ് ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇഫ് യു പ്രാക്ടീസ് ദിസ് നിങ്ങളുടെ മാർക്സ് നല്ലോണം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഐ എം ഷുവർ അബൌട്ട്. ഇതൊന്നും കൂടാണ്ട് ദർ ഇസ് എ മിസ്റ്റേക്ക് ബുക്ക്. അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് അവർ തന്നെ അത് സേവ് ചെയ്തിട്ട് കറക്ഷൻസ് ഒക്കെ തരും. സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് 2023 92% ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നീറ്റ് 2024 95% ക്വസ്റ്റ്യൻസും നീറ്റ് 2025 96% ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം മെമോനീറ്റ് ആപ്പ് എന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ പ്രൂഫ് അവരുടെ ആപ്പിൽ കൊടുത്തിട്ട്, സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റൈറ്റ് നൗ നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് 2026 മാർക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെമോനീറ്റ് ആപ്പ് കയറി നോക്കാം, ചെക്ക് ചെയ്യാം. അതിലുള്ള ഫ്രീ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാം. ദെൻ ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ പർച്ചേസ് ഇറ്റ്. എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സും കിട്ടുന്നതായിരിക്കും. ഇനി കമ്മിങ് ബാക്ക് ടു മൈ സ്റ്റോറി, ഞാൻ എങ്ങനെയാണ് ബയോളജി ടാക്കിൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാം. ബയോളജി എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മാർക്ക് കുറയാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് കൂടെയാണ്. അപ്പോൾ ബയോളജി ക്രാക്ക് ചെയ്യാനുള്ള ഒറ്റ
ഒറ്റൊരു മന്ത്രമാണുള്ളൂ. ദാറ്റ്സ് നത്തിങ് ബട്ട് നിങ്ങൾ NCERT വായിക്കുക, NCERT വായിക്കുക, NCERT വായിക്കുക. പിന്നെ NCERT വായിച്ചിട്ട് തന്നെ ഏതെങ്കിലും ഒരു ഗൈഡ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് എത്രത്തോളം വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ക്ലിയർ അല്ലാതെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ബയോളജിയുടെ കേസിൽ NCERTയിലുള്ള ഈച്ച് ആൻഡ് എവറി ലൈൻ, ഈച്ച് ആൻഡ് എവറി ഡയഗ്രാംസ്, ഈച്ച് ആൻഡ് എവറി ടേബിൾസ് എല്ലാം 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 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയാണ് എനിക്ക് ബയോളജിയുടെ കേസിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലോ ഗൈഡോ ആപ്ലിക്കേഷൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ചെക്ക്, ലൈക്ക് നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, റിറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അടുത്ത കാര്യം കെമിസ്ട്രി. എനിക്ക് കെമിസ്ട്രി ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു, എസ്പെഷ്യലി ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രി ഞാനിപ്പോൾ ബയോളജിയുടെ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എത്രത്തോളം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുക. അതിന് കൂടെ തന്നെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കാരണം ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ നമ്മൾ എത്ര വായിച്ചാലും കുറേയൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്താൽ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് അത് മെമ്മറിയിൽ നിൽക്കുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി, ഫിസിക്സിനൊക്കെ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കും വായിക്കുക നല്ലോണം. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ +1 2 ചാപ്റ്റേഴ്സ് ഇല്ലേ, റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺസ് പറഞ്ഞിട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ മെക്കാനിസം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾ അത്രയ്ക്ക് വൃത്തിക്ക് കണ്ടിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് തന്നെ തീർക്കാൻ നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ബേസ് കുറച്ച് വീക്കായിരുന്നു. സോ ദാറ്റ് എൻ്റെ ഹോസ്റ്റലിലുള്ള റൂംമേറ്റ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ബേസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. ക്ലാസ്സിൽ തന്നെ നല്ലോണം ബേസ് ഉണ്ടാക്കുക. ഈ റിയാക്ഷൻ മെക്കാനിസം ക്ലാസ്സസ് ഒക്കെ നല്ലോണം പഠിക്കുക. അവർ കുറെ ടെക്സ്റ്റിന്റെ പുറത്തൊക്കെ പഠിപ്പിച്ചു തരും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തിനാ ടെക്സ്റ്റിന്റെ പുറത്തുള്ള കാര്യമൊന്നും പഠിക്കണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ബേസ് ഭയങ്കര സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് ഈസി ആയിട്ട് +2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ എൻ്റെ നീറ്റ് എക്സാം മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓരോ തവണ എക്സാം എഴുതുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരുന്നു. അതെനിക്കൊരു ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു ഇപ്പം ആലോചിക്കുന്ന സമയത്ത്. കാരണം എക്സാം എൻ്റെ പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ട് ഓരോ എക്സാമും ആക്ച്വൽ നീറ്റ് എക്സാം പോലെ കണ്ടിട്ട് ഞാൻ എഴുതാൻ നോക്കിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോഴുള്ള മെന്റാലിറ്റി തന്നെയായിരിക്കും ഫൈനൽ നീറ്റ് എഴുതുന്ന സമയത്തും ഉണ്ടാവുക. ഇപ്പോൾ ഓരോ എക്സാം എഴുതുമ്പോഴും ഓക്കെ ഇത് ഫൈനൽ നീറ്റ് ആണ്, ഞാൻ അത് കാണുന്ന സീരിയസ്നെസ്സോടെ തന്നെ കാണും, എഴുതും എന്ന് വിചാരിക്കുക. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഞാൻ ഭയങ്കര വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്യണം. അത് നല്ലോണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഡൗട്ട് വരുത്തിയ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയത്ത് ഡൗട്ട് തോന്നിയ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും ഏരിയാസ് അതൊക്കെ എഗെയിൻ പോയിട്ട് റീവിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബേസും അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു നോളജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ടുവേർഡ്സ് ദിസ് നീറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് ദ ടൈം ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കാം. എപ്പോഴും ഭയങ്കര എന്നെ കൊണ്ടിത് പറ്റും, ഇപ്പം എൻ്റെ മാർക്സ് എത്ര ലോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം ചില സമയത്തൊക്കെ എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും, ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ട്, എങ്ങനെയെങ്കിലും സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് സൂപ്പറായിട്ട് പഠിച്ചിട്ട് എൻ്റെ മാർക്സ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് എത്ര പഠിച്ചിട്ട് എൻ്റെ മാർക്ക് കയറുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്താ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും ആവുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇനിയും ഒരു 5 monthsോളം ബാക്കിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഒരു ഹാഫ് വേ ആയിട്ടേ ഉള്ളൂ. ഇനി അടുത്തൊരു ഹാഫ് വേ എന്ന് പറയുന്നത് ഇതിലും ഫാസ്റ്റർ ആയിരിക്കും, ഇതിലും സ്ട്രോങ്ങർ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ മാർക്സ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഫോൾസ് ആയിട്ട് ഒരു ഹോപ്പ് നിങ്ങൾക്ക് തരുന്നില്ല കേട്ടോ. നമുക്ക് വരുന്ന 5 monthsൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അത് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ലാസ്റ്റ് മന്ത്സിലൊക്കെ ഒരുപാട് ചേഞ്ചസ് അവരുടെ മാർക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വിശ്വസിക്കുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി യു വിൽ ഡു ദിസ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാം സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ബൈ.